ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ അതേ കാലത്ത് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇതേ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് സവാള വട്ടിയതാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇതേ നമ്മുടെ ദോശമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഉണ്ടോ ഹോളിൽ നമ്മൾ തുണികളൊക്കെ ഉണക്കാട്ടിരിക്കുക കേട്ടോ. ഉണങ്ങാത്ത തുണികൾ ഫാനിട്ടിട്ട് ഇതാണ് എൻ്റെ സവാള വട്ടിയത്. അത് ഞാൻ ദേ ചൂടാറാൻ ഫാനിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഫാൻ കിടക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം മുഴുവൻ ഈ തുണികൾ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ദോശമാവ് എടുത്തത് ദോശയ്ക്ക് കോരി ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു 3 ദോശയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ദേ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് കുക്കറിൽ നിന്ന് ഊറ്റി ഞാൻ ചോറും പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി കിട്ടുക. അല്ലെങ്കിൽ അതൊരു ചൂടാറാണ്ട് അടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുഴുക്കം കയറിയിട്ട് ചോറ് നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 3 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോകാനുള്ള സവാളക്കറി കുറച്ച് സവാളക്കറി എടുത്തിട്ട് ഞാൻ ദോശ കഴിക്കും. കുറച്ചെടുത്തിട്ട് ചോറിലാക്കും കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുങ്ങാണ് കേട്ടോ. ക്രീമൊക്കെ മുഖത്ത് വാരി പൂശിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ ഡ്രസ്സുകൾ എന്തൊക്കെയോ വീണു. അപ്പോൾ ഞാനത് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം പൗഡർ എടുക്കാൻ പോയിട്ടാണ്. പൗഡറാണ്. പൗഡർ ഞാൻ വാരിപ്പൊത്താൻ പോവുകയാണ് കേട്ടോ. പോൺസിൻ്റെയാണ് പൗഡർ. അപ്പോൾ ഒരുപാട് ഇട്ടു. കയ്യിലേക്ക് എൻ്റെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ലോണം തേച്ച് പിടിപ്പിക്കുകയാണ്. കുറച്ച് തേച്ചപ്പോൾ എനിക്കൊരു സംതൃപ്തി തോന്നിയില്ല. പിന്നെ എടുത്ത് വീണ്ടും തേച്ചു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സംതൃപ്തി വന്നത്. അപ്പോൾ ഞാൻ അടുത്ത് കൊണ്ടുവച്ചു. അതിന് ചെയ്യേണ്ട കണ്ണെഴുതാൻ പോവാണ് കേട്ടോ. സിമ്പിളായിട്ട് കണ്ണെഴുതി വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കി. ഞങ്ങൾക്ക് മുടി അഴിച്ചിടാൻ പാടില്ല. അമ്മക്കെട്ട് കെട്ടിയിട്ട് അതിന് മുകളിൽ ബണ്ണ് വെക്കണം. നല്ല രീതിയിൽ സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുടി പുറത്ത്. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ട് ഉള്ളിക്കൂടെ ഇട്ട് വലിക്കുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോ, അങ്ങനെ വലിച്ചിട്ട് അത് ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ ബണ്ണ് ഇട്ടിട്ട് ഒരു കറുത്ത ബണ്ണ് ഇങ്ങനെ മുടിയൊക്കെ ഉള്ളിലേക്ക് ആവാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് മുടിയൊക്കെ നല്ല രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ അതേ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടി ഞാൻ ഭംഗിയൊക്കെ നോക്കാനുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ബണ്ണ് ബാഗിൽ വെച്ചു. ബാഗ് ഹോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹോളിൽ നിന്ന് ഓടിപ്പോയത് എൻ്റെ ബണ്ണ് എടുത്തോണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബണ്ണാണ് കേട്ടോ. അത് ബ്ലാക്ക് കളർ എന്നിട്ട് മുടീനെ മൊത്തം കവർ ചെയ്യും കേട്ടോ. അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂപ്പിന് കുത്തിക്കൊടുക്കും കേട്ടോ. നമ്മൾ പണ്ട് പറയാറില്ലേ കൊണ്ട സൂചിന്ന്. ഇപ്പോൾ യൂപ്പിന്നാണ് പണ്ട് കൊണ്ട സൂചി എന്ന് പറയാറ്. അടിയെന്ന് പറയണം മൂളിയെന്ന് പറയണം കുത്തി കൊടുക്കൂട്ടോ. അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം കുത്തി കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ നിന്ന് ഒരെണ്ണം കൂടി കുത്തി കൊടുക്കണം. 2 യൂപ്പിന്നാണ് ഞാൻ കുത്താറ് കേട്ടോ. അങ്ങനെ യൂപ്പിനൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് നല്ല ഭംഗിയിൽ മുടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് അപ്പോൾ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബസ്സൊക്കെ കയറി ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാനുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്യൂട്ടിക്ക് പോണത്. അപ്പോൾ അവളും വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നല്ല പോസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.